ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. ഡേ ഇപ്പോൾ വൈകിട്ട് 4 മണി കഴിഞ്ഞ്. ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊന്ന് കിടന്നു. പിന്നെ ഇതാ ഇപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ പിള്ള എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, രാവിലെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഉണ്ണിയും ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ എന്ന്. അത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഈവനിങ് ഉണ്ടാക്കി വെക്കല്ലോ എന്ന്. അങ്ങനെ ഗ്രീൻ പീസ് കണ്ടപ്പം അതുകൊണ്ട് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കിയാലോ വിചാരിച്ച്. അങ്ങനെ ഞാൻ ആ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആ ഗ്രീൻ പീസിൻ്റെ കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 4 വിസിൽ വരുന്നത് വരെ അടുപ്പത്ത് വയ്ക്കാം. ഉണ്ണി ജോലി കഴിഞ്ഞ് വരുന്നത് വിശന്നിട്ടായിരിക്കും. ഇപ്പം ഞങ്ങളിവിടെ വന്നതിന് ശേഷം പുറത്തുനിന്ന് കഴിക്കുന്നത് കുറവാണ് തോന്നുന്നു. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ കുടിക്കാറുണ്ട് തോന്നുന്നു. ഇപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കുറവാണ്. ഇപ്പം വേഗം ഇവിടെ എത്താനാണ് നോക്കുക. കാരണം മക്കൾ രണ്ടാളും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും വരാൻ വേണ്ടിയിട്ടേ. ഗ്രീൻ പീസ് ആവുന്ന സമയം കൊണ്ട് ഞാനൊരു സവാളയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സവാളേൻ്റെ തൊലി കളഞ്ഞപ്പോഴേ ആ തൊലി ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വേസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നിക്കീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടെ കുക്കർ വിസിലടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പേടിച്ചിട്ട് ആദ്യം കൊണ്ടുപോയി ഇട്ടു. പിന്നെ രണ്ടാമത് ഞാൻ കൊണ്ടുപോയി ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് പോകാൻ ചെറിയൊരു പേടി, കുക്കറിൻ്റെ വിസിൽ പേടിച്ചിട്ട്. അങ്ങനെ വേഗം കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തിരിച്ചോടി വന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ സവാള അതേ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞു വെച്ചത്. അങ്ങനെ അരിഞ്ഞു വെച്ചതെല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് വാട്ടിയെടുക്കുക. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഗ്രീൻ പീസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുക. ഈ സവാളയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വഴറ്റുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഒരു പിടിയെടുത്ത് ഞാൻ മാറ്റി വെച്ചിരുന്നു. ആ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഗ്രീൻ പീസ് വെള്ളമില്ലാതെ അതുകൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് 2 കോഴിമുട്ട, ഞാൻ ഇവിടെ 2 കോഴിമുട്ട എടുത്തത്, 2 കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ.
ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതാക്കി പിന്നെ ഞാൻ കാപ്പിയും വെച്ചിരുന്നു. അപ്പോഴേക്ക് ഉണ്ണി എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഈ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നാളത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.